സാന്നിധ്യത്തിൽ മറഞ്ഞു നിന്നിഷ്ടം നിറവേറ്റാൻ കൊതിയാണപ്പാ. ആരെല്ലാം തള്ളിയാലും ഏകനാകും അവസ്ഥയിലും സാന്നിധ്യത്തിൽ മറഞ്ഞു നിന്നിഷ്ടം നിറവേറ്റാൻ കൊതിയാ. ആര് കൂടെ ഉണ്ടെങ്കിലും ആര് കൂടെ ഇല്ല എങ്കിലും കർത്താവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ, നിന്റെ ഹിതം ചെയ്യുവാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ആ ബോധ്യം എന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആരെല്ലാം തള്ളിയാലും ഏകനാകും അവസ്ഥയിൽ സാന്നിധ്യത്തിൽ മറഞ്ഞു നിന്നിഷ്ടം നിറവേറ്റാൻ കൊതിയാണപ്പാ. എത്രയൊക്കെ കൊതിയുണ്ട്. ആരെല്ലാം നിന്നെ മാറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ സ്നേഹിച്ചു എന്ന് വന്നില്ലെങ്കിലും നിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കാൻ എനിക്ക് കൊതിയുണ്ട് കർത്താവേ. ആരെന്റെ കൂടെ ഉണ്ട് എന്നല്ല, ആരെനിക്ക് താങ്ങായിട്ടുണ്ടെന്നല്ല, ആരും ഇല്ല എങ്കിലും, ആരും എന്നോടൊപ്പം ഉണ്ടാകില്ല എങ്കിലും, അപ്പൊ എല്ലാവരും കൂടെ ഉള്ളവരെക്കാളും അങ്ങ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ, ആരും എന്റെ കൂടെ ഇല്ല എങ്കിലും അങ്ങ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ അതാണ് എന്റെ ജീവിതത്തിന്റെ വലിയ അനുഗ്രഹം. ഞാൻ പറയാം, എല്ലാവരും കൂടെ ഉണ്ടായിട്ടും കർത്താവ് കൂടെ ഇല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. ഹലോ, we may have a lot of people, we may have acceptance from many people, but if we are not accepted by God, if we don't have the presence of God, that will be in vain. Hallelujah. But if nobody with us, but if Christ with us, that is the great blessing. ആരുമില്ല എങ്കിലും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ആരെല്ലാം തള്ളിയാലും ഏകനാകും അവസ്ഥയിലും സാന്നിധ്യത്തിൽ മറഞ്ഞു നിന്നിഷ്ടം നിറവേറ്റാൻ കൊതിയാണപ്പാ. നിൻ സാന്നിധ്യത്തിൽ മറയാൻ കൊതിയാണപ്പാ.
ഒരു പ്രയോജനമില്ല എന്ന് കണ്ട് മാറ്റി നിർത്തി. ജീസസ് തന്റെ ഒരു സാക്ഷ്യത്തിൽ എന്നെ സ്പർശിച്ചൊരു വചനം, ദൈവത്തെ വിട്ട് മറ്റു കൂട്ടുകെട്ടുകളിൽ പെട്ട് അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ തന്റെ അപ്പൻ ധൈര്യത്തോടെ പറഞ്ഞു, വീട് വിട്ടു പോക്കോളാൻ. നീ വീട്ടിൽ വേണ്ട, നീ വീട്ടിന്റെ ശാപമാണ്, നീ വീട്ടിന്റെ ദോഷമാണ്, നീ വീട്ടിന്റെ ശാപമാണ്. ഇത് പറയാൻ എത്ര അപ്പന്മാർക്ക് ധൈര്യമുണ്ട്? സ്വത്രം സ്വത്രം. പലരും പിന്മാറ്റക്കാരനുമായിട്ട് ഫുഡ് പോലും കഴിക്കരുതെന്ന. അതുകൊണ്ട് സംഭവിക്കുന്നു, അവിടെ തെറ്റിനെ നീ കൂട്ടി നിൽക്കുമ്പോൾ, അവിടെ തെറ്റിനെ നീ കൂട്ടി നിൽക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ മാനസാന്തരം വരുന്നില്ല, ദൈവമായിട്ട് ബന്ധപ്പെടാൻ അവസരം കൊടുക്കുന്നില്ല, ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരാൻ നീ ഇടം കൊടുക്കുന്നില്ല. അങ്ങനെ അവര് മറന്നു, മാറ്റി വിട്ടത് കൊണ്ട് ദൈവത്തിന് ഇടപെടുന്ന ഈ അവസരം കൊടുത്തു. ഇതിനകത്തിരിക്കുന്ന ചിലർ ദൈവം പറയുന്നു, ദൈവഹിതം വിട്ട് അവൻ നിൽക്കുന്നവരെ കൂട്ടിച്ചേർക്കാൻ, അവരെ കൂട്ടി നിർത്താനല്ല, അവരെ ഉപദേശിക്കേണ്ടവരെ ഉപദേശിക്കുവാൻ, താക്കീത് കൊടുക്കേണ്ട താക്കീത് കൊടുത്ത് അവയെ ചേർത്ത് നിർത്തി അവയെ സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിച്ച് അങ്ങനെ ഏൽപ്പിക്കുമെങ്കിൽ അവിടെയാണ് അസാന്നിധ്യം അനുഭവിക്കുന്നത്. എന്റെ മുമ്പിൽ നിൽക്കുന്ന യൗവനക്കാരോട് ഞാൻ പറയാം, വിടേണ്ടത് വിട്ട് നിനക്ക് വേണ്ടി കരുതുന്ന, നിനക്ക് വേണ്ടി കരുതിയിട്ടുള്ള നിന്നോടുള്ള വാഗ്ദത്തം ചെറുതല്ല, വാഗ്ദത്തം വലുതാണ്, വാഗ്ദത്തം വലുതാണ്, വാഗ്ദത്തം ഉന്നതമാണ്, വാഗ്ദത്തം ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. ദൈവാത്മാ പറയുന്നു ചിലരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സ്വർഗത്തിന് പദ്ധതിയുണ്ട്. അവന്റെ അവസ്ഥകളെ മാറ്റിമറിക്കാൻ സ്വർഗത്തിന് പദ്ധതിയുണ്ട്. നിന്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വരുത്താൻ സ്വർഗത്തിന് പദ്ധതിയുണ്ട്. ഇത് വെറും ഒരു വാക്കല്ല, ഇതൊരു പ്രവചന വാക്കാണ്, ഇതൊരു പ്രവചന ദൂതാണ്. അതേ, ദൈവ സാന്നിധ്യത്തെ സ്നേഹിക്കാൻ, ദൈവ വചനത്തെ സ്നേഹിക്കാൻ, പ്രാർത്ഥനയെ സ്നേഹിക്കാൻ, വചനത്തെ സ്നേഹിക്കാൻ നീ മനസ്സ് വെച്ചാൽ നിനക്കും നിന്നോടുള്ള ദൂത് ദൈവം നിന്റെ മേൽ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവ് നമ്മെ കേൾപ്പിച്ച ദൂതുകൾ, പ്രാരംഭ ദിവസത്തിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളുണ്ടായിരുന്നു. അന്ന് നാം ശ്രദ്ധിച്ചത് സ്വർഗീയ പൗരത്വം ഉള്ളവർ, സ്വർഗീയ പൗരത്വം പ്രാപിച്ചവർ ഒന്ന് നിയമപ്രകാരം യാഗം കഴിക്കുന്നവരായിരിക്കും. എങ്ങനെയെങ്കിലും യാഗം കഴിക്കുന്നവരല്ല, എങ്ങനെയെങ്കിലും ദൈവത്തെ സ്തുതിക്കുന്നവരല്ല, എങ്ങനെയെങ്കിലും സ്തോത്രം ചെയ്യുന്നവരല്ല, നിയമപ്രകാരം യാഗം കഴിക്കും. ഹലോ, സങ്കീർത്തനം 50:5 വായിക്കുന്നു, യാഗം കഴിച്ച് യാഗം കഴിച്ച് ആരും ഉറങ്ങരുതേ. സഹോദരൻ, ഞാൻ എപ്പോഴും പറയും പോലെ പൗലോസിന് അന്ന് ഉറങ്ങി തല ഒടിഞ്ഞ് വീണവരെ നിവൃത്തികള കൃപ ഉണ്ടായിരുന്നു. ആ കൃപ എനിക്കില്ല ഇതുവരെ. സഹോദരൻ, അന്ന് ഉറങ്ങി തൂങ്ങി വീണതിനെ, കഴുത്ത് ഒടിഞ്ഞതിനെ നേരെ വെക്കാനുള്ള കൃപ പൗലോസിനുണ്ടായിരുന്നു. ആ കൃപ തന്നാൽ ഞാൻ ഉറങ്ങാൻ അനുവാദം തരാം. ആ കൃപ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ പറയും, നീ ഉറങ്ങിക്കോ, ഒടിഞ്ഞോ കുഴപ്പമില്ല, ഞാൻ വന്ന് നേരെ ആക്കാം എന്ന് എനിക്ക് ആ കൃപ ദൈവം തന്നാൽ ഞാൻ പറയാം ഉറങ്ങിക്കോളാൻ. ഹല്ലേലൂയ. അതുപോലെ ഉറങ്ങരുത്. സ്വതന്ത്രം. പ്രൈസ് ദി ലോർഡ്. യാഗം കഴിക്കും നിയമം ചെയ്ത വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൊണ്ടുവീൻ.
കണ്ണള സഭയിൽ വരുന്ന എല്ലാവരെയും കൂട്ടാനല്ല കർത്താവ് മടങ്ങി വരുന്നത്. സ്നാനപ്പെട്ട് നടക്കുന്ന എല്ലാവരും ചേർക്കാനല്ല വന്നത്. ദശാംശം കൊടുക്കുന്ന എല്ലാവരും ചേർക്കാനല്ല വരുന്നത്. കർത്താവ് വരുന്നത് ഉപവസിക്കുന്ന എല്ലാവരും ചേർക്കാനല്ല. കർത്താവ് വരുന്ന യാഗം ചെയ്ത് നിയമം ചെയ്ത വിശുദ്ധന്മാരെ. ഞാൻ പറഞ്ഞു, നമ്മൾ നുണ പറയാത്തൊരു മാത്രം സ്വത്രം പറഞ്ഞ് നുണ പറയാത്തവര് നുണ പറയില്ലേ? ഞാൻ നിങ്ങൾ പറയുന്നു. പെന്തക്കോസ്തലർ മിക്കവരും നുണ പറയില്ല, നുണ പാടും. പറ്റുമെന്ന് അറിയാതെ എങ്ങനെയാണ് നുണ പാടുന്നത്? എങ്ങനെയാണ് അറിയില്ല. നുണ പാടും, നുണ പറയില്ല. പ്രൈസ് ദി ലോർഡ്. എന്താ നുണ പാടുന്നേ? സഹോദരൻ, നുണ പാടുന്നത് നമ്മൾ പാടാറുണ്ടല്ലോ. ഇത്ര നല്ല രക്ഷക യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. പാടില്ല, നിങ്ങൾ പാടാറില്ലേ? പാടിക്കോ. ഇത്ര നല്ല രക്ഷക എന്തു ഞാൻ ഏഴയേ നിൻ മുൻപിൽ എന്തു ഞാൻ ഏഴയേ നുണച്ചികള് നുണയന്മാര് നുണ പറയില്ല, നുണ പാടും. എന്തു ഞാൻ നൽകിയിടും തുല്യമാ ഏഴയേ നിൻ മുൻപിൽ. സ്വത്രം യാഗമായി കൊടുത്തവര് മാത്രം സ്വത്രം പറഞ്ഞു. എന്താ യാഗം എന്ന് പഠിക്കുന്ന ആദ്യം. എന്നാ യാഗം? അതറിയുന്ന നിലനിർത്തിയേ ഇവിടെ അറിയുന്നത് കുറച്ച് പേരുണ്ട്. വന്നവര് കേട്ടു. നേരത്തെ അറിയാതെ പറഞ്ഞത് എല്ലാവരും കിട്ടുന്ന ഞായറാഴ്ചയല്ലേ? എന്നാ യാഗം കഴിക്കണം. യാഗം കഴിച്ചവനാണെങ്കിൽ യാഗവസ്തുവിനെ കൊണ്ടുവരണം. യാഗമായി ഏൽപ്പിക്കുന്നു പറഞ്ഞാൽ ഒന്ന് യാഗവസ്തുവിനെ കൊണ്ടുവന്ന് എവിടെ ചേർത്ത് കെട്ടണം? യാഗപീഠത്തോട് ചേർത്ത് കെട്ടും. യാഗപീഠത്തോട് ചേർന്ന് നിൽക്കാം. യാഗപീഠത്തോട് ചേർത്ത് കെട്ടപ്പരവരായിരിക്കും. അങ്ങനെ കെട്ടിയ യാഗപീഠത്തോട് ചേർത്ത് കെട്ടിയതിനെ അവിടുത്തെ ചിലതിനെ കെട്ടിയാൽ ഭയങ്കര ചാട്ടമായിരിക്കും. ചിലതിനെ കെട്ടിയാൽ യാഗം ഇടിച്ച് പൊളിച്ചോണ്ട് പോകും. ചില യാഗത്തെ കെട്ടി അതുപോലെ ഇടിച്ച് പൊളിച്ചുകൊണ്ട് പോകുന്ന വസ്തുക്കളുണ്ട്. സ്വത്രം യഥാർത്ഥ ഒരു വസ്തുവാണെങ്കിൽ അത് കെട്ടിയാൽ അതറിയാം ഞാനിവിടെ നിൽക്കാനുള്ളതാണ്. അങ്ങക്ക് ആ കെട്ടിനോട് ചേർന്ന് നിൽക്കും. അങ്ങനെ ചേർന്ന് നിൽക്കുന്നതിന് മാത്രം സ്വത്രം വരാം. എന്തു ഞാൻ നൽകിയിടും തുല്യമാ ഏഴയേ നിൻ മുൻപിൽ. ഇപ്പാരും പാടുന്നില്ല, പാടുന്നറിയാം, നുണയാണ് പാടുന്നറിയാം. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ യാഗവസ്തുവിനെ കൊണ്ടുവന്നിട്ട് ആദ്യം കഴുത്ത് വെട്ടും. കഴുത്ത് വെട്ടിയാൽ നാക്കിന്റെ ചലനം പോയി. പിന്നെ ഈ നാക്ക് കൊണ്ട് ദോഷം പറയില്ല. ഈ നാക്ക് കൊണ്ട് ചെറുദേശം വന്നു കഴിഞ്ഞാൽ പലത് ഭാഷ അറിഞ്ഞുകൂടാ. പക്ഷേ കഴുത്ത് വെട്ടിയാൽ പിന്നെ ഈ നാക്കിന് ചലനമില്ല. കണ്ണിനോ? കണ്ണു അടഞ്ഞു, കണ്ണിനും ചലനമില്ല. പിന്നെയോ സ്തോത്രം, ചെവിയുടെ കേൾക്കാനുള്ള ചെവിയുടെ ശക്തി പോയി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല പാസ്റ്ററെ? മനസ്സിലാക്കി തരാം. ഇവിടെ ആരുമില്ല. ഞാൻ ചിലയിടത്ത് കണ്ടിട്ടുണ്ട്. നല്ല കാര്യം പറഞ്ഞാൽ സമയമില്ല, ഞാൻ പോണേ, വീട്ടില് മക്കൾക്ക് ചോറ് കൊടുക്കണം, സ്കൂളിൽ പിള്ളേർ വരെ വിളിച്ചോണ്ട് പോകണം. ആണോ? നീ എന്തെങ്കിലും കുരുത്തക്കേടാണ് ആരെങ്കിലും കുറിച്ചുള്ള കുരുത്തക്കേടോ ദോഷമാണോ പറയുന്നതെങ്കിൽ പിള്ളേർ വന്നാൽ അടയ്ക്കാൻ നിന്നോളൂ, ഞാൻ കേട്ടിട്ടേ പോണോളൂ.
പിള്ളേർ വന്നാൽ അതവർ ചോറൊക്കെ കോരി കഴിച്ചോളും, കുഴപ്പമൊന്നുമില്ല. ഞാനിത് കേട്ടിട്ട് അതല്ലേ രണ്ട് വചനം പറയാൻ വിളിച്ചിട്ട് പക്ഷെ സമയമുണ്ടെന്നേ. അയ്യോ എന്തൊരു തിരക്കെന്നറിയോ. എന്ന് ഞാൻ നൽകിയിട്ടും തുല്യമാ ഏഴയെ നുണയല്ലേ പാടുന്നേ. അതുപോലെ നീ കൈയും കാലൊക്കെ വെട്ടി മാറ്റും. പിന്നെ കൈകാലം വെട്ടി വെട്ടിയതിനു ശേഷം തൊലി അങ്ങോട്ട് ഉരിക്കും. തൊലി ഉരിക്കുന്നത് പുറത്ത് കൊണ്ട് കെട്ടിയിരിക്കുന്നത്, ആലയത്തിൽ സമാഗമനം ഇവിടുന്ന് പുറത്ത് കൊണ്ട് കെട്ടിയിരിക്കുന്ന മണികണ്ഠൻ്റെയും നാസറിൻ്റെയും തോമാച്ചൻ്റെയും ഒക്കെ കാളകൾ, പല കാളകൾ, പല നിറമുള്ളത്, പല പുള്ളികൾ, ചുമപ്പ്, കറുപ്പ്, പല ഇനം. പക്ഷേ അതിനെ കൊണ്ടുപോയി തൊലി അങ്ങ് ഉരിക്കും. തൊലി ഉരിച്ചിട്ട് കൊണ്ട് അടുക്കും. തൊലി ഉരിച്ചിട്ട് കൊണ്ട് കിടത്തിയിരിക്കും. പിന്നെ പറയോ ഇത് നാസറിൻ്റെത്, ഇത് മണികണ്ഠൻ്റെത്, ഇത് തോമാച്ചൻ്റെത്. തിരിച്ചറിയാനൊക്കോ? അയ്യോ അറിയാനൊക്കോ? അപ്പൊ പിന്നെ എന്തായി? ഇതാണ് അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. തെരഞ്ഞെടുക്കപ്പെട്ട പുറത്ത് നിന്നപ്പോൾ വെള്ളിയും പുള്ളിയും ചുവപ്പും കറുപ്പും ഒക്കെ ഉള്ള കാളകളായിരുന്നു. പക്ഷെ അകത്ത് യാഗമായി ഏൽപ്പിച്ച് തൊലി ഉരിഞ്ഞപ്പോൾ പുള്ളിയും കറുപ്പും എല്ലാം മാറി. ഇപ്പോ ഒരു ജാതി. മനസ്സിലായില്ല, ഗ്രഹിച്ചില്ല, ഗ്രഹിക്കാനുള്ള ശക്തിയില്ല. ഒരു ജാതി. എന്നിട്ട് വാല് എന്ത് ചെയ്യും? ഇവിടെ വാല് എന്ത് ചെയ്യും? വാല് കട്ട് ചെയ്യും. ഇല്ല, വാല് കട്ട് ചെയ്യോ? എന്താ ചെയ്യും ടീച്ചറെ? ചാരി ടീച്ചർ എന്താണ്? വാല് എന്ത് ചെയ്യും? അറിയാല്ലേ? പിഴുതരും. വാല് എന്ത് ചെയ്യും? വാല് പിഴുതരത്തിന് എന്താ അറിയാം? ഈ വാലും കൊണ്ട് ഞാൻ ആരെന്നറിയാമോ? ഞാൻ ചെറിയ പുള്ളിയൊന്നുമല്ല, ഞാൻ ഇങ്ങനെയുള്ളവരാണ്, എനിക്ക് ഇങ്ങനെ കഴിവുണ്ട്, ഞാൻ ഇന്ന കുടുംബത്തിൽപ്പെട്ടതാണ്, നിങ്ങൾ അങ്ങനെയല്ല. ഹലോ, കണ്ടിട്ടില്ലേ? വിശ്വാസം വന്നാലും വാല് വെക്കി നടക്കും. വാലിങ്ങനെ വെക്കി നടക്കും. നിങ്ങൾ ആരും അറിയുമോ? ഞാൻ എനിക്ക് നിങ്ങളെ പോലെയല്ല. എനിക്ക് ഇങ്ങനെയുള്ളവരുണ്ട്, എനിക്ക് ഇത്ര പണമുണ്ട്. എന്തു ഞാൻ തന്നിടും തുല്യമാ എന്തു ഞാൻ നൽകിടും തുല്യമാ. അത് പാല് പിഴുതവർ പാടേണ്ട പാട്ടാ. ഓ ഹലോ, കൈകാലം വെട്ടിയവർ പാടേണ്ട പാട്ടാ. തല വെട്ടി മാറ്റിയവർ പാടേണ്ട പാട്ടാ. എന്തു ഞാൻ നൽകിടും തുല്യമായി ഈ ഏഴയെ നിൻ മുൻപിൽ യാഗമായി. അവൻ തന്റെ ഇടത്തോടെ പാടണം, അല്ലാത്ത നീ നുണ പാടരുത്. സ്വർഗീയ പൗരത്വം ആയവൻ നിയമപ്രകാരം യാഗം കഴിച്ചവനായിരിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ആരോടൊക്കെ ദൈവം പറയുന്നു, ആ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ അവർ പാടും. ആ യാഗമായി സമർപ്പിച്ചവർ പാടും. ദൈവമേ, എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല, മറ്റൊന്നും ഞാൻ കൊതിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് പലതും ഉലകത്തിലുണ്ടെങ്കിലും അതൊന്നുമല്ല എനിക്ക് പുകഴാനുള്ളത്. എനിക്ക് പുകഴാനുള്ളത് ക്രിസ്തു. എനിക്ക് യാഗമായി തീർന്ന, എന്നെ വീണ്ടെടുത്ത, എന്നെ ഉയർത്തിയ, അവൻ നിലത്തുന്നതിനെ ഉയർത്തിയ, കുപ്പയിൽ നിന്ന് കോരിയെടുത്ത, അടകമനങ്ങളുടെ പാപത്തിന്റെ ചേറ്റിൽ നിന്നും എന്നെ കരം നീട്ടിയെടുത്ത എന്റെ ദൈവത്തിൽ പുകഴാൻ എനിക്ക് ഒന്നുമില്ല. പുകഴാനുണ്ടായിരുന്നെങ്കിലേ പൗലോസ് പറയുന്നു, പൗലോസിനെ പോലെ ആരുണ്ട്?
ഫിലിപ്പിലേഖനം നാം ചിന്തിക്കുന്ന ഭാഗത്ത് തന്നെ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിക്കാം. 3-4 വായിച്ചാൽ കിട്ടുന്നു. എനിക്ക് ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട്. എന്താ? മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാൻ എനിക്ക് വാലും പൊക്കി നടക്കാനുണ്ടെന്ന് തോന്നിയാൽ എനിക്ക് നിങ്ങൾ അതിനേക്കാളൊക്കെ അധികം ഉള്ളത്. എന്താ അധികം? ഞാൻ 8-ാം നാൾ പഠിച്ചതിനേറ്റവൻ. ഇസ്രായേൽ ജാതി എന്റെ ജാതിയാണ്. നിന്റെ ജാതിയല്ല, എന്റെ ജാതി ഇസ്രായേൽ ജാതി. എന്റെ ഗോത്രം ബെന്യാമിൻ ഗോത്രമാ. അടുത്ത് എബ്രാഹിം ജനിച്ചവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് ശുഷ്കാന്തിയുള്ളവൻ, ഉപദ്രവിച്ചവൻ. ക്രിസ്തു നിമിത്തം ഇതൊക്കെ ലാഭമുള്ളതാ. ഉയർച്ച പറയാനും ഞാൻ ആരെന്ന് പറയാനൊക്കെ എനിക്ക് ഉയർച്ച. പക്ഷെ ഇതെല്ലാം ഛേദമെന്ന് എണ്ണി. ഹലോ, അതാണ് ഛേദമെന്ന് എണ്ണിയവരാണ് എന്തു ഞാൻ നൽകിയിടും തുല്യമാ. എത്ര ഉയർച്ച ഉണ്ടെങ്കിലും നമ്മുടെ നാവ് കൊണ്ട് പറയുന്നത് ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്, എനിക്ക് ദൈവം തന്നതാണ്, ദൈവത്തിന്റെ ദാനമാണ്. ആ ഒറ്റ വാക്കിൽ ഒതുക്കിക്കൊണ്ട് നീ ദൈവത്തെ സ്നേഹിക്കാൻ തയ്യാറായാൽ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ ഗൾഫിൽ പോയപ്പോൾ അവിടെ 8 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ഒരു സാറ് അവിടെ വന്നിട്ട്, സ്തോത്രം, ആമേൻ, അദ്ദേഹം വന്നു. അദ്ദേഹം പോകുന്ന എല്ലാവരും പോയതിനു ശേഷമേ പോകത്തുള്ളൂ. എന്തിനാ നിൽക്കുന്ന അറിയാമോ? അവിടെ നിൽക്കുന്നത് ആരാധനയ്ക്ക് നേഴ്സുമാരൊക്കെ കൊണ്ടുവരണം, പാവപ്പെട്ട സഹോദരന്മാരെ കൊണ്ടുവരണം. അദ്ദേഹം അവിടെ നിന്നിട്ട് ആമേൻ, സ്തോത്രം, അദ്ദേഹത്തിന് വലിയ വാഹനത്തിൽ ആർക്കെങ്കിലും മടങ്ങി പോകണമെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് കൊണ്ടുപോകും. അവിടെ നിന്നിട്ട് കൊണ്ടുപോകേണ്ടതെല്ലാം കൊണ്ട് എത്തിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ വെളുപ്പിന് താൻ വലിയ ഒരു ജോലിക്കാരൻ, വലിയ കമ്പനിയുടെ ആളാ. അവിടെ തനിക്ക് രാവിലെ എത്തണം. ആ രാവിലെ എത്തണമെങ്കിലും ഇത് ചെയ്തിട്ടേ പോകത്തുള്ളൂ. ഹലോ, മനസ്സിലാകുന്ന എത്ര ഇതിനകത്തുണ്ട്. തൻ്റെ സമർപ്പണം 8 ലക്ഷം മേടിക്കുന്ന ആളാണെങ്കിലും അവൻ, ഞാൻ എത്ര വട്ടം വീട്ടിൽ പോയിട്ടുണ്ട്, ഒരു വാക്കുകൊണ്ട് പോലും നീളത്തിന്റെ വാക്കുകൾ എനിക്ക് പറയാൻ പലതും ഉണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതേ ഇവിടെ വരുമ്പോഴൊക്കെ എന്നെ വീട്ടിൽ ക്ഷണിക്കാറുണ്ട്. ഞാൻ പറയാ, അവൻ സ്തോത്രം സ്തോത്രം സ്തോത്രം, എന്തെങ്കിലും തന്നെങ്കിലും ദൈവത്തിന്റെ കൃപയാ. നമ്മളൊക്കെ അവിടെ ചെന്ന് കിട്ടിയാൽ അവർ ശുശ്രൂഷിക്കുന്ന വിധങ്ങളെ ഓർത്താൽ ഇതിനൊക്കെ നമ്മൾ യോഗ്യരാണോ എന്ന് ചിന്തിക്കുമാറ് അവരുടെ സ്നേഹം കണ്ടാൽ. ശമ്പളം 8 ലക്ഷം, ഇവിടെ 8000 രൂപ മേടിച്ചാൽ മതി. ഓരോരുത്തരുടെ പോക്കും ഗമയും ഗെറ്റപ്പും കാണണമേ. പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. 80,000 കിട്ടിയാലോ പിന്നെ എത്ര ദൈവം തന്നാല്, എന്തെല്ലാം ഉയർത്തിയാല്, നീ ദൈവത്തിൽ താഴെ ഉയർത്താൻ ഒന്നുമില്ല. ഒരു യാഗമായി ഏൽപ്പിക്കണം. എല്ലാവർക്കും കഴിയത്തില്ല. സ്വർഗീയ പൗരത്വമുള്ളവനാ ഞാൻ എന്ന ബോധ്യമുള്ളവർക്ക് മാത്രമേ ആ സമർപ്പണം. എല്ലാം കണ്ണുമടയട്ടെ എന്ന് പകൽക്കാലം ദൈവം പറയുന്നു. നീ വെറും ഒരു വിശ്വാസിയല്ല, നീ വെറും ഒരു വിശ്വാസിയായിരിക്കാനല്ല, വെറും ഒരു പെന്തക്കോസ്തുകാരി, വെറും ഒരു പെന്തക്കോസ്തുകാരൻ എന്ന് പറയാനല്ല. പറ, ദൈവമേ, ഞാൻ സ്വർഗീയ പൗരത്വമുള്ളവൻ, സ്വർഗീയ പൗരത്വമുള്ളവൻ. പരിശുദ്ധ പിതാവേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് അങ്ങയുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്ന അങ്ങയുടെ ഹിതം ചെയ്യുവാൻ സമർപ്പിക്കുന്നു. നാം പാടിയില്ലേ, കർത്താവ് അങ്ങയുടെ ഹിതം എനിക്ക് ചെയ്യണം. ഇന്ന് പകൽക്കാലം എത്ര സമർപ്പിക്കാം. യഥാർത്ഥ ഒരു സ്വർഗീയ പൗരന്റെ സ്വഭാവമുള്ളവനായി, യഥാർത്ഥ സ്വർഗീയ പൗരന്റെ ഗുണമുള്ളവനായി ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ഇതിനകത്തുണ്ട്. യഥാർത്ഥ ഒരു യാഗവസ്തുവായി സമർപ്പിക്കാൻ താല്പര്യമുള്ള എത്ര ഇതിനകത്തുണ്ട്. ജഡികമാരെ ജീവിക്കാനല്ല, ജഡത്തിൽ വസിക്കാനല്ല, ജഡത്തിൽ ചിന്തിക്കാനല്ല, ദൈവം
ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് സ്വർഗീയമായത് ചിന്തിപ്പാൻ, സ്വർഗീയമായത് നടപ്പാൻ. അതിനായി സമർപ്പിക്കപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ സഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണമേ. അവൻ ഒരു യാഗമായി, യാഗ വസ്തുവായി സമർപ്പിക്കപ്പെട്ടവരെ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കും സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. എന്ന സാക്ഷ്യം ആർക്കും സാക്ഷ്യമില്ല. അവൻ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ കരമുയർത്താം. പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കരമുയർത്താം. ഇത് വന്നിട്ടില്ല. സ്തോത്രം. പ്രത്യേകിച്ച് നമ്മുടെ കരകുളം സഭയിലെ പ്രിയ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രതികൂലങ്ങളും അടിമാറട്ടെ. ദൈവത്തിന് കരം ചലിക്കട്ടെ. അങ്ങനെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കും സ്വർഗീയ നല്ല പിതാവേ. ഇന്ന് രാത്രി നമുക്ക് തിരുവത്താഴ് ശുശ്രൂഷ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം പൊതുസഭയെ അറിയിക്കുന്നു. കൃത്യം 6 മണിക്ക് തന്നെ നമ്മളുടെ പ്രാർത്ഥന ആരംഭിക്കും. ശ്രദ്ധിക്കണം, തിരുവത്താഴ് ശുശ്രൂഷയ്ക്ക് വരുന്നവർ 6:30 തന്നെ വന്നെത്തണം. 6:30 തന്നെ വന്നെത്തുവാൻ ഓർമ്മിപ്പിക്കുന്നു. ആരും ഉദാസീനത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും അതിൽ പങ്കെടുക്കുവാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു.